LDF പ്രകടന പത്രിക പട്ടികജാതി വികസനത്തിന് പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ്. പട്ടികജാതി ക്ഷേമത്തിന് ജനസംഖ്യാനുപാതികമായി വികസന ഫണ്ട് വകയിരുത്തുന്നതുകൂടാതെ വീടുകൾ ലഭിക്കാൻ ബാക്കിയുള്ള ചെറിയ ശതമാനത്തിനും വീട് ഉറപ്പാക്കും. ഭൂരഹിതർക്ക് കിടപ്പാടം ഉറപ്പാക്കും. എല്ലാ നഗറുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. എല്ലാ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും മികവുറ്റതാക്കും. ആനുകൂല്യങ്ങൾ ഉയർത്തും. പട്ടിക വിഭാഗങ്ങൾക്ക് പ്രത്യേക നൈപുണ്യ പരിശീലനവും തുടർ പ്ലേസ്മെന്റും ഉറപ്പാക്കും. പട്ടികവർഗക്കാർക്കുള്ള ഉപപദ്ധതി ഊരുകൂട്ടങ്ങളുടെ തീരുമാനത്തിന് വിധേയമാക്കി നടപ്പാക്കും. മുഴുവൻ കുടുംബങ്ങൾക്കും പാർപ്പിടം ഉറപ്പുവരുത്തും. 2 ഏക്കർ വീതം ഭൂമി ലഭ്യമാക്കും. വനാവകാശ നിയമം കർശനമായി നടപ്പിലാക്കി കൃഷിഭൂമി ഉറപ്പുവരുത്തും. വനവിഭവങ്ങൾക്ക് തറവിലയും വിപണിയും ഉറപ്പുവരുത്തും. ആനുകൂല്യങ്ങൾ ഉയർത്തും. ഗോത്രമേഖലകളിലെ 40 സ്കൂളുകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതി കുറഞ്ഞത് 50 പട്ടിക വിദ്യാർത്ഥികളെങ്കിലും പഠിക്കുന്ന 340 സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കും. പരിവർത്തിത ക്രൈസ്തവർക്കും പട്ടികജാതിക്കാർക്കുമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തുല്യ അളവിൽ നൽകും. പരിവർത്തിത ക്രൈസ്തവ വികസന കോർപ്പറേഷനുള്ള ബഡ്ജറ്റ് പിന്തുണ ഇരട്ടിയാക്കും. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും. മുന്നോക്ക വികസന കോർപ്പറേഷന് കൂടുതൽ പണം ലഭ്യമാക്കും.